മുഹമ്മദ് അമീൻ. പ്രസന്റ് മിസ്. കണ്ടോ, ഞാൻ പറഞ്ഞതിൽ വല്ല മാറ്റം ഉണ്ടോ നോക്കി. ഇത്തവണ 10th സഹിക്കണം. ആ ഫസ്റ്റ് ഞാനിത് ആരോടാ പറയണേ? ഇത് റേച്ചലേ. എന്താടി? ഇതെന്താ പറ്റിയേ? ഒന്നുമില്ല. റേച്ചൽ ഇവിടെ വാടൂ. വിളിക്കുന്നുണ്ട്. ഒന്ന് പോടി അവിടുന്ന്. ഇത് റേച്ചൽ, ഇവിടുത്തെ സിംഗറാ. എടോ ഒരു പാട്ട് പാടും. പിന്നെ ന്യൂ അഡ്മിഷൻസ് എന്ന് അറിയുന്നുണ്ടോ പാടാന്? എടാ അമീനെ ചെല്ലടാ, ഒന്ന് പോയേടാ അവിടുന്ന്. എനിക്ക് പാടാന്ന് പറയാൻ മേല. എന്നാലും നീ ഒരു കൈ നോക്ക്. എന്താ അവിടെ? അത് മിസ്സേ അമീൻ പാടും. ഞാനാ? എപ്പാ? എനിക്ക് പാടാനോടാ. ആഹാ, എന്നാ വാ ഒരു പാട്ട് പാടും. അത് മിസ്സേ ചുമ്മാ പാടടോ. ഓ, ഇത്തേണ്ടീനെ കൊണ്ട് പഠിച്ചിട്ടുണ്ടാ നിനക്ക്? ആഹാ, ഒരുത്തിൻ്റെ പല്ലെടുത്തപ്പോ എന്താ മനസ്സ് കൊണ്ട്. ഏത് പാട്ടാ? താൻ പാടിക്കോ, ഞാൻ കൂടെ പിടിച്ചോളാം. എന്ന് തുടങ്ങിക്കോ. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലിൻ ഓർത്തുപോയി ഞാൻ. മനസ്സിന്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോലച്ചുണ്ടിൽ കത്തിയൊരിടത്തിൻ തുള്ളി. ഈ വിരൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിൽ ഉൾത്തൊടിയായല്ലോ. ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ. എന്നുള്ള തുടിച്ചതും ഇവളെ കാണാനല്ലോ. സൂപ്പർ. താങ്ക് യു മിസ്. ഇത്തവണത്തെ യൂത്ത് ഫെസ്റ്റിവലിന് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരു ഐറ്റം വേണം. അപ്പോൾ നമുക്ക് റേച്ചലിനും അമ്മിനെയും ഡുവറ്റിന് വിട്ടാലോ? നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെയാണ് മിസ്. റേച്ചലിനോ? ആ മിസ്, ഓക്കെയാണ്. ഓക്കെ, എന്ന് 2 സീറ്റിൽ പോയിരുന്നു. മച്ചു, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരൊറ്റ കേട്ടിസ് ഉണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ്. മനുഷ്യൻ്റെ കൈയും കാലം വരച്ചിട്ടും വയ്യായിരുന്നു. അവിടെ എന്ത് പാട്ടാടാ! പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടി. നീ ഇങ്ങനെ പാടുമായിരുന്നു? ഒന്ന് പോയടാ, അവളുടെ പാട്ടാണ് പാട്ട്. ആഹാ, എന്താ രസം! അതിൻ്റെയൊക്കെ മുന്നിൽ ഞാൻ വെറും ശിശു. റേച്ചലെ കലക്കി. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അവനാണെങ്കിൽ ഒടുക്കത്തെ പാട്ട്. മനുഷ്യനെങ്കിൽ ഇല്ലാണ്ടായിപ്പോയി. യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവനെന്തിനാ കയറിയേറ്റെ? അതുകൊണ്ടല്ലേ ഞാൻ അയക്കേണ്ടി വന്ന്. അതെ, ഞാനൊരു സത്യം പറഞ്ഞ നീ എന്നെ കൊല്ലരുത്. നിങ്ങളെ അടിപൊളി ജോഡിയാ. ഇതിങ്ങനെയൊന്നും അല്ലല്ലോ. ഒന്ന് പോടി അവിടെ നിന്ന്. ഫിഷി.